നിങ്ങൾ കുറെ നേരം നടത്തി വിളിക്കണ്ട. ഒന്നുമില്ല, അനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. സാരിയോ ചുരിദാറോ എന്ത് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ആദ്യം വാങ്ങിത്തരും കേട്ടോ. മോളെ അറിയാഞ്ഞാൽ മതി. തന്ത നിങ്ങൾക്ക് നിങ്ങളെ മോളെ പ്രായമുള്ള എനിക്ക് നിങ്ങൾ എന്തെങ്കിലും കുറെ നേരം കയ്യോണ്ടും കാലോണ്ടും കാട്ടും നിങ്ങളെ മോളെ വിളിക്കണേന്. നീയേ എന്താ കഴിച്ചാത്ത എന്താ വിളിച്ചിങ്ങള്? അത് എന്റെ വാപ്പാക്ക് ഒരു പെണ്ണ് എത്തിച്ചു കൊടുക്കുക. എന്താ കഴിച്ചാത്ത നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ എന്താ പറഞ്ഞു നിങ്ങളോട്? വാപ്പാക്ക് നിരന്തരം തന്നെ പണി. ഞാനിവിടെ പണിയെടുക്കുമ്പോ ഇന്നെ ചൂളിട്ട് വിളിക്കല്. ഇപ്പൊ ഇന്നലെ നേരത്തെ ചോദിക്കാനിട്ട് മാക്സി വേണോ സാരി വേണോ? കഴിയാത്ത അങ്ങനത്തെ ഒരാളില്ലല്ലോ മോളെ, നിങ്ങൾക്ക് തന്നെ അറിയില്ലേ. എന്നോട് പറഞ്ഞിരിക്കുന്നു ആ പെരേക്ക് പോണ്ട. ഞാൻ അന്നെ വിചാരിച്ച് ഞാൻ വരികയാണ്, എന്റെ കഷ്ടപ്പാടുകൊണ്ട് വരികയാണ് ഞാൻ, അല്ലെ ഞാൻ വരൂല ഞാൻ ഈ പണിക്ക്. എന്താ എന്റെ അപ്പ, എന്തിനാണ് ഇങ്ങനത്തെ പണിക്കൊക്കെ നിക്കണത്? വെറുതെ അല്ല 2 ദിവസത്തിൽ കൂടുതൽ ആരും ഇവിടെ നിക്കാത്ത. എനിക്കിപ്പോ ഇതൊന്നും അറിയില്ലല്ല. നിങ്ങൾ എന്തിനാ അങ്ങനത്തെ ദ്രോഹം ചെയ്യാതിരിക്കുന്നത്? അപ്പൊ മോളെ, ഞാനിവിടെ ഇങ്ങനെ മഞ്ഞ് പോയപ്പോ ഞാൻ പെട്ടെന്നായിട്ട് ഞാൻ എന്റെ ഭാര്യ, അതായത് എന്റെ വല്യമാനെ ഞാൻ ഓളായിട്ട് കണ്ടു. അപ്പൊ ഞാൻ ഒന്ന് നോക്കി തിരിച്ചതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. സുബഹാനല്ലാഹ്, ഒരു ആലിമായ മനസ്സിനെ പറ്റി അവള് പറഞ്ഞിട്ടുണ്ടാകുന്നത്. തന്ത നിങ്ങളമ്മ ഞാനാ തന്തപ്പേ മോളറിഞ്ഞപ്പോ വീണോർത്ത് കിടന്ന് ഉള്ളാണ് തന്ത. വലിയ ആലിമാണല്ലോ. എന്താ ആലിമാണ്, ആലിമല്ലേ. കഴിയാത്ത ഒന്നും ഉണ്ടായിട്ട് പറയില്ല. നാളെ മുതൽ കഴിയാത്ത പണിക്കില്ല എന്നാ മോളെ, ഞാൻ പോവാണ്. ഇപ്പൊ എന്തായി? ഇപ്പൊ കൈജാത്തിയും പോയി. ഇനിയിപ്പോ ഒരാളെ പനിക്ക് പണിക്ക് കിട്ടോ? ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ നിങ്ങൾ വേറെ ആളെ നോക്കിക്കോളി. ഞാൻ എന്റെ മാപ്പിളോർക്ക് തന്നെ പോയിക്കോളാം. അമ്മാനായ തമ്പുരാനെ, ഞാൻ എന്തൊക്കെ കേൾക്കുന്നത്. എന്റെ പെമ്പറന്നോളെ ഊഹ് വരാൻ കണ്ടൊരു നേരം പഠിച്ചോനെ.